എന്താണ് കർണാടകയിൽ പോകാൻ കാരണം? കർണാടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുത്തതാരാണ്? ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ അയാളുടെ മാത്രം കഴിവിൻ്റെ ഭാഗമായിട്ട് ഒളിവിലിരിക്കുകയല്ലോ. ഒളിവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണല്ലോ. ആ സഹപ്രവർത്തകരെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളുമാണല്ലോ. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന് പുറത്തടക്കം നല്ല രീതിയിൽ സംരക്ഷണ വലയം തീർത്തിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയായത്. നമസ്കാരം. ഒടുവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് സംരക്ഷണം, ഒടുവിൽ ഹൈക്കോടതിയുടെ താൽക്കാലിക ആശ്വാസവും. ചോദ്യം ചെയ്യപ്പെടുന്നത് നിയമവാഴ്ചയോ രാഷ്ട്രീയ ധാർമ്മികതയോ? കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇതാ ഇപ്പോൾ വീണ്ടും കത്തിപ്പടരുന്ന അവസ്ഥയിലാണ്. ബലാത്സംഗം, ഗർഭഛിദ്രം എന്നീ അതീവ ഗുരുതരമായ ആരോപണങ്ങളിൽ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയതോടെ രാഹുലിൻ്റെ അറസ്റ്റ് ഏത് നിമിഷവും നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 9 ദിവസമായി പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞ രാഹുലിന് കോൺഗ്രസ് ഭരണത്തിലുള്ള കർണാടകയിൽ രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കെ ഇന്ന് അദ്ദേഹത്തിന് നിയമപരമായ ഒരു ആശ്വാസവും ലഭിച്ചിട്ടുണ്ട്, താൽക്കാലികമാണെങ്കിലും. കേരള ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നു. ഒരു സംസ്ഥാനത്തെ ക്രിമിനൽ കേസിലെ പ്രതിക്ക് വേണ്ടി മറ്റൊരു സംസ്ഥാനത്തെ ഭരണകൂടം, കർണാടക കോൺഗ്രസ് സർക്കാർ, പാർട്ടിയുടെ ദേശീയ നേതൃത്വവും കവചം തീർക്കുന്നു എന്ന വിമർശനം അതിശക്തമായി ഉയരുമ്പോഴാണ് ഈ കോടതി ഇടപെടൽ. അറസ്റ്റ് തടഞ്ഞതോടെ കർണാടകയിൽ തമ്പടിച്ചിരുന്ന പോലീസ് സംഘത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾ കർണാടകയിലെ സ്വാധീനം ഉപയോഗിച്ചു എന്ന ആരോപണത്തിന് ഈ ഒളിവ് ജീവിതം ബലം നൽകുകയാണ്. കൂടെ പ്രവർത്തിച്ച യുവതികളെയൊക്കെ ഈ രീതിയിൽ പീഡിപ്പിച്ച് എന്ന ആരോപണം ഉയർന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുലിനെ ഹൈക്കോടതി അറസ്റ്റ് സ്റ്റേ ചെയ്ത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് വീണ്ടും തിരിച്ചെടുക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ പ്രസക്തമാകുന്നു. ഷാഫി പറമ്പലിനെ പോലുള്ള നേതാക്കളുടെ മയത്തിലുള്ള പ്രതികരണങ്ങൾ, പല യുവ നേതാക്കളുടെയും പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുമോ എന്ന ഭയം കൊണ്ടാണെന്ന് വി ശിവൻകുട്ടി ഇന്ന് ആരോപിച്ചു. ഇതിനെല്ലാമിടയിൽ പരാതി നൽകിയ റിനി ആൻ ജോർജിന് വീട്ടിൽ കയറി കൊലപാതക ഭീഷണി. ഈ ഒളിവ് രാഷ്ട്രീയത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഏറ്റവും ഭീകരമായ മുഖമാണ് ഇത് തുറന്നു കാട്ടുന്നത്. ഭീഷണിയിലൂടെ പരാതിക്കാരിയെ നിശബ്ദയാക്കാൻ ശ്രമിക്കുന്നതിലൂടെ കോൺഗ്രസ് ആർക്കാണ് സംരക്ഷണം നൽകുന്നത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസ് സഹയാത്രികൻ പ്രൊഫസർ AG ജോർജ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ PK ഗോപൻ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അർത്ഥത്തിൽ കർണാടകയിലെ ഭരണകൂടവും കോൺഗ്രസിലെ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന സഹകരണം അതിപ്പോഴും തുടരുന്നത് കൊണ്ടാണോ പോലീസിന് ഇക്കാര്യത്തിൽ എവിടെയാണ് രാഹുൽ ഉള്ളത് എന്ന് അറിയുമ്പോഴും ചില നടപടികളിലേക്ക് നീങ്ങാൻ സാധിക്കാതെ പോയിട്ടുള്ളത്? ഡോക്ടർ ലാൽ, ഇത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇദ്ദേഹം തമിഴ്നാട്ടിലേക്കല്ല രക്ഷപ്പെട്ടത്. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ എളുപ്പം പോകാൻ പറ്റുന്ന മറ്റൊരു സ്റ്റേറ്റ് തമിഴ്നാടായിരുന്നു. പക്ഷെ പോയത് തമിഴ്നാട്ടിലേക്കല്ല, കർണാടകത്തിലെ രാഷ്ട്രീയ സുരക്ഷിതത്വം ആണ് അദ്ദേഹത്തിന് ഗുണമായി മാറുന്നത് എന്നതുകൊണ്ടാണ് കർണാടകത്തിലേക്ക്. കർണാടകം കോൺഗ്രസ് ഭരിക്കുകയാണ്. മാത്രമല്ല പലതരത്തിലുള്ള മാഫിയ സെറ്റിൻ്റെയും കൂടെ ഒരു കേന്ദ്രമാണ് കർണാടകം. അപ്പോൾ ആ കർണാടകത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ കരവലയങ്ങൾക്കുള്ളിലാണ്. ചില വനിതാ അഭിഭാഷകരുണ്ട്, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്. സ്വാഭാവികമായിട്ടും കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ ഒളിപ്പിക്കാൻ നന്നായിട്ട് പരിശ്രമിക്കും. കാരണം ഈ ഒളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കോടതിയിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ പുറത്താക്കുക. AICCയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് പുറത്താക്കുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡോ 15 സെക്കൻഡോ കൊണ്ട് AICC അനുവാദം കൊടുക്കുമോ? എന്താ സംഭവിച്ചത്? അത് ഉദ്ദേശിച്ചത് കോടതി ഇദ്ദേഹത്തിന് ജാമ്യം
അനുവദിക്കുമെങ്കിൽ കോൺഗ്രസിനകത്ത് തുടരുക, കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക. ഈ തന്ത്രമാണ് അവരുദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ പല സ്ഥലത്തും പടക്കം പൊട്ടിച്ചു. രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ആദ്യത്തെ കോടതി വിധി വന്നപ്പോൾ പല സ്ഥലങ്ങളിലും പടക്കം പൊട്ടിച്ചു, കാത്തിരുന്നവർ പടക്കം പൊട്ടിച്ചു. അതിനുശേഷം വീണ്ടും അടുത്ത കോടതി വന്നപ്പോൾ അതൊന്ന് താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഫലത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞതുപോലെ നമ്മുടെ കോടതി ആണ് രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്, അല്ലാതെ കോൺഗ്രസ് അല്ല. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇന്ന് ചോദ്യം ചെയ്യുന്നു, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ അതിനിവർ പറയുന്നൊരു കാരണം, പോലീസിൻ്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകുന്നതാണ് CPM-ന് നല്ലത് എന്നാണ് ഇവർ പറയുന്ന രാഷ്ട്രീയ വ്യാഖ്യാനം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആ അവസരം CPM-ന് അങ്ങ് കളഞ്ഞു വിളിച്ചാൽ പോരെ? രാഹുലിനോട് പറഞ്ഞാൽ പോരെയോ? പെട്ടെന്ന് തന്നെ കീഴടങ്ങൂ, എന്നിട്ട് CPM-ൻ്റെ രാഷ്ട്രീയ ഗുണം ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ രാഹുൽ കീഴടങ്ങില്ലേ? അങ്ങനെ കീഴടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ CPM-ൻ്റെ ഒരവസരം ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസിന് എത്താൻ പറ്റുമല്ലോ. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് കർണാടകയിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് ചില പ്രയാസങ്ങളുണ്ട്. ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട പ്രതിയോ മറ്റേതെങ്കിലും ഒരു മോഷണ കേസിൽപ്പെട്ട പ്രതിയോ പോയി അയാൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ അയാളുടെ ചില സംഘാംഗങ്ങളോ മാത്രമായിട്ട് പിന്തുണയോടുകൂടി അവിടെ പോയി രാപ്പാർത്ത് കഴിഞ്ഞാൽ പോലീസിന് കുറച്ചുകൂടി എളുപ്പമാണ് അറസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഇതൊരു രാഷ്ട്രീയ സംരക്ഷണയിലാണ്, ഒരു MLA ആണ്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളെല്ലാം പോലീസിനുണ്ട്. അല്ലെങ്കിൽ പോലീസ് പോയി അവിടെ പല രാഷ്ട്രീയ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യണമെങ്കിൽ അവിടുത്തെ പോലീസിൻ്റെ പെർമിഷൻ വേണം. അത് കുറച്ചുകൂടി രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കും. ഇപ്പോൾ പോലീസ് ഒരു സംശയത്തിൻ്റെ പേരിൽ എവിടെയെങ്കിലും ചെന്ന് ആളുകളെ പരുതാൻ പറ്റില്ല. അങ്ങനെ പരുതിയാൽ അതിന് മറ്റ് ചില വ്യാഖ്യാനങ്ങൾ വരും. ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഏത് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ചാലും, ഒരു സിനിമ ഡയലോഗ് കടമെടുത്ത് പറഞ്ഞാൽ, ഏത് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുകൂട്ടിയാലും ഒരു ദിവസം താഴെ ഇറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്താ ഇത്? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നയാൾ, MLA ആയിരുന്നയാൾ, ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ എടോ വിജയ എന്ന് വിളിച്ചയാൾ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ ഒരു വാഴയാണോ എന്ന് ചോദിച്ചയാൾ, അതുപോലെ കേരളത്തിൽ ലക്ഷോപലക്ഷം ചെറുപ്പക്കാരുടെ ആത്മാഭിമാന ബോധത്തിൻ്റെ പ്രതീകവും അന്തസ്സിൻ്റെ പ്രതീകവും ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകവുമായ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മഹത്തായ കർമ്മങ്ങളിലൊന്നായ പൊതിച്ചോറിനെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഒരു MLA ഈ രാജ്യത്ത് കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികളുടെ ദീനരോധനങ്ങൾക്ക് നടുവിലെന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അറസ്റ്റ് വൈകുക എന്നുള്ളത് ഏതെങ്കിലും ബോധപൂർവമായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് അറസ്റ്റ് ഏത് സമയവും സംഭവിക്കാം. അതിനല്പസമയം നമുക്ക് കാത്തിരിക്കും. ഡോക്ടർ PK ഗോപൻ, ഒരു കാര്യം കൂടിയുള്ളത്, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ മാധ്യമങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്, ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ള ഒരു പ്രതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്തെ കീഴ്വഴക്കം അനുസരിച്ച് ചാടിക്കേറി അതിനകത്ത് അറസ്റ്റിലേക്കൊക്കെ പോവുക എന്നുള്ളൊരു രീതിയില്ല. അത് ആ ഹർജിയിലൊരു തീരുമാനം വരുന്നതുവരെ അത് കാത്തിരിക്കുക എന്നുണ്ട്. ആ ഒരു സ്വാഭാവിക അവസ്ഥ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തലിനും ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവിക നീതി അവിടെ അനുവദിക്കുന്നുണ്ട്. കോടതി തീരുമാനിക്കട്ടെ എന്നാണ്, കോടതിയിലേക്ക് ഹർജി എത്തിയ സ്ഥിതിക്ക്. അപ്പോൾ ആ നിലയ്ക്ക് നിയമത്തിൻ്റെ മുമ്പിലേക്ക് ഈ പ്രതിയെ, അത്രമാത്രം നീചമായ പ്രവൃത്തി ചെയ്തു എന്ന പരാതിയുള്ള ഈ പ്രതിയെ നിയമത്തിൻ്റെ പിടിയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ഒരു കൃത്യത്തിലേക്കാണോ പോലീസ് ഇരുന്നത്? അല്ല, അതിന് അങ്ങനൊരു വ്യാഖ്യാനമുണ്ട്. കാരണം പിന്നെ ഒരു MLA ആണ്, എന്തെല്ലാം ക്രൂരകൃത്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിലും ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കേരളത്തിൽ, മറ്റ് ചില സ്റ്റേറ്റുകൾ അങ്ങനെയല്ല, കേരളത്തിൽ അതിന് നിയമത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അറസ്റ്റ് ചെയ്യുന്നതിന് നിയമ തടസ്സമില്ല എന്നുള്ളത് സാധാരണ നിയമം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനൊരു സമയം കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ആൻറ്റിസിപ്പേറ്ററി എടുക്കാൻ നിങ്ങൾക്ക് നിയമം അനുവദിക്കുന്നെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, അതിനു മുമ്പ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള ആക്ഷേപം ഉണ്ടാക്കണ്ട. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആൻറ്റിസിപ്പേറ്ററി ലഭിക്കുകയാണെങ്കിൽ പോലീസ് ധൃതി കാണിച്ചു, തിടുക്കം കാണിച്ചു എന്നൊരാക്ഷേപം വരും. ഇപ്പോൾ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് ഉയർന്ന സാംസ്കാരിക ബോധമുള്ള പോലീസാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ സാധാരണഗതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ പൊതു നിയാമക തത്വത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിപരീതമായി പലതും ചെയ്യുന്ന പോലീസുകാരുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല.
പക്ഷേ കേരളത്തിലെ പൊതുവായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ആഭ്യന്തര വകുപ്പാണ് ഇന്ത്യ രാജ്യത്തുള്ളതിൽ അപേക്ഷിച്ച്. വളരെ ഉന്നത നിലവാരം പുറത്തുന്ന ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് സേനയെന്ന് പറയുന്നത്. അത് പെൺകുട്ടികളായാലും പുരുഷന്മാരായാലും ട്രാൻസ്ജെൻഡേഴ്സായ പോലീസുകാരുണ്ടെങ്കിൽ അവരായാലും ശരി, ഉയർന്ന ധാർമ്മിക ബോധവും അല്ലെങ്കിൽ ഉയർന്ന സാംസ്കാരിക ബോധവും പലപ്പോഴും വെച്ച് പുലർത്തുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ തെരുവുകളിലൊക്കെ പലപ്പോഴും പോലീസിൻ്റെ സഹായം കാണാറുണ്ട്. ചില അനാഥർക്ക് പോലീസിൻ്റെ സഹായം കാണാറുണ്ട്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പോലീസ് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന കാണാറുണ്ട്. ഒരുപാട് സൽപ്രവർത്തികളുടെ കൂടി കേന്ദ്രമാണ് കേരളത്തിലെ പോലീസ്. അപ്പോൾ അവരെ സംബന്ധിച്ച് വെറുതെ ഒരാക്ഷേപം കേൾക്കാണ്ട എന്ന തോന്നലും അതിനകത്തുണ്ടാകാം. പക്ഷേ ആത്യന്തികമായി പരിശോധിച്ചാൽ അത് മാത്രമല്ല കാര്യം. മറ്റൊരു സ്റ്റേറ്റിൽ മറ്റൊരു വലിയ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും പിന്തുണയോടുകൂടി നിലനിൽക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഈ കോടതിയുടെ ഇങ്ങനൊരു സമീപനം കൊണ്ട് മാത്രമാണ് അദ്ദേഹം അവിടെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. യെസ്, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ പി കെ ഗോപൻ, പ്രൊഫസർ എ ജി ജോർജ്, അത് കൃത്യമാണ് ആ വിശദീകരണം ഡോക്ടർ പി കെ ഗോപൻ ഇപ്പോൾ പറഞ്ഞത്. ഈ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ സംരക്ഷണം, അതല്ലെങ്കിൽ മറ്റൊരു കോൺഗ്രസ് സർക്കാരിൻ്റെ, മറ്റൊരു സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭരണമാണല്ലോ അവിടെ ഉള്ളത്. ആ ഭരണമുള്ള സർക്കാരിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയുള്ള ഒരവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനകം കേരള പോലീസിൻ്റെ കയ്യിലേക്ക് എത്തേണ്ടി വന്നേനെ. അത് അറസ്റ്റ് എന്ന രീതിയിലോ കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള വഴികളിലെ നിയമ പരിപാടികളിലേക്കോ ഒക്കെ കടക്കേണ്ടി വന്നേനെ എന്നുള്ളത് അയാൾക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടാണ് ഈ ഒളിച്ചോട്ടം ഇപ്പോൾ ഓടി ഓടി നടക്കുന്നൊരവസ്ഥ ഉണ്ടായത്. കോടതികളിലെത്തുമ്പോഴും എവിടെയാണ് എന്ന് പുറത്തേക്ക് പറയാത്ത അവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും കോടതി ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുത് എന്ന് കുറച്ച് ദിവസത്തേക്ക് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു കേസിൽ അറസ്റ്റില്ല. മറ്റേ കേസിലെ വിധിയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടെങ്കിലും അത് അനുവദിച്ചിട്ടില്ല കോടതി. അപ്പോൾ അതിൽ വേണമെങ്കിൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഫാൻസ്, ഈ കോൺഗ്രസ്സിൽ ഉള്ള രാഹുൽ ഫാൻസ് ഇപ്പോൾ പടക്കം പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ലാലെ, ഇവിടെ വളരെ കാവ്യഭാവനയോടുകൂടി നന്നായി ഒരു തിരക്കഥ അല്പം മുമ്പ് ഇവിടെ അവതരിപ്പിച്ചത് ഞാൻ വളരെ കൗതുകത്തോടു കൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ മലർന്നു കിടന്ന് തുപ്പുക എന്ന് പറയുന്നത്. അതായത് ഇവിടെ വലിയ ക്രൂരമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ഒരു കുറ്റവാളിയെ പിടിക്കാൻ കേരളത്തിൻ്റെ പോലീസിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് കൊള്ളുന്നത് എന്ന് ഒന്ന് വിശദീകരിക്കേണ്ടത് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കൂടിയാണ്. ഇവിടെ വളരെ ചതുരവടിവോടുകൂടി പറയുന്നു, കേരളത്തിലെ പോലീസ് വലിയ ധാർമ്മിക ബോധമുള്ളവരാണ്, നീതിബോധമുള്ളവരാണ്, ഇതുപോലെയുള്ള ഒരു പോലീസ് സേന മറ്റൊരിടത്തും ഇല്ല എന്നുള്ള മട്ടിലൊക്കെ ഒരു നറേറ്റീവ് ഇപ്പോൾ ഇവിടെ കേട്ടു. ഇത് യഥാർത്ഥത്തിൽ ഈ പോലീസിൻ്റെ പരാജയമാണ് എന്ന് തന്നെ പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ കേരളത്തിൻ്റെ ഈ പോലീസ് രാഹുൽ ഉണ്ട് എന്ന് കോൺഗ്രസ്സുകാർ വരെ സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന കർണാടകത്തിലെ അയാൾ ഉള്ള പ്രദേശത്തിൻ്റെ ആ വക്കിലൊക്കെ നിൽക്കുകയാണ് പോലീസ്. അവിടെയുള്ള ആ പോലീസിന് അപ്പോൾ ഈ പിണറായി വിജയൻ്റെ, താങ്കൾ ഈ സൂചിപ്പിച്ച പിണറായി വിജയൻ്റെ പോലീസ് അവിടെ വരെ എത്തിയിരിക്കുന്നു. ഇനി അതിനപ്പുറത്തേക്ക് പോയി അയാളെ പിടിക്കണമെങ്കിൽ അവിടെയുള്ള കോൺഗ്രസ് സർക്കാരിൻ്റെ ആ കടിഞ്ഞാൻ കൂടി ഉപയോഗിക്കപ്പെടണം. ആ നേതൃത്വവും കൂടി ഇപ്പോൾ നൽകുന്ന സഹകരണം ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഇന്നലെയൊക്കെ നൽകിയിരുന്ന സഹകരണം ഇല്ലാതാക്കേണ്ടിയിരുന്നു. ഡോക്ടർ ലാല്, താങ്കളെപ്പോലെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകനൊക്കെ പോലീസിൻ്റെ അധികാരത്തെക്കുറിച്ചൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്നോടൊപ്പം ഇരിക്കുന്ന ഇവിടുത്തെ പാനലിസ്റ്റിനും നന്നായിട്ട് പോലീസിൻ്റെ അധികാരത്തെക്കുറിച്ചറിയാം. എന്തിനാ ഈ തരത്തിലുള്ള ചില തൊടുന്യായങ്ങളുമായി വരുന്നത്? കേരളത്തിൻ്റെ പോലീസ് വളരെ പ്രഗത്ഭരമായി പ്രവർത്തിക്കുന്ന പോലീസുകാരുണ്ട് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇന്ത്യയിൽ എവിടെ പോയി, ഏത് കശ്മീരിലാണെങ്കിൽ പോലും ലഡാക്കിലാണെങ്കിൽ പോലും ഒളിച്ചിരിക്കുന്ന ഒരു പ്രതിയെ പിടിക്കാൻ കേരളത്തിൻ്റെ പോലീസിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വെറുതെ നിങ്ങളുടെ ഭാവനയിൽ ഉദിക്കുന്ന കഥ ഉണ്ടാക്കുന്നത്? ഒരു ചോദ്യം ഞാൻ പച്ചയ്ക്ക് ചോദിക്കട്ടെ.
നിങ്ങളോട് ആര് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിലുണ്ടെന്ന്? അല്ല, മാധ്യമങ്ങളിൽ അതെ, കാണുന്ന വാർത്തകളാണ്. മാധ്യമങ്ങളിൽ കാണുന്ന ലാലിനെ പോലെയുള്ളവർക്കും അല്ല, ലാലിനെ പോലുള്ളവർക്കും ലാല് പ്രതിനിധീകരിക്കുന്ന മാധ്യമത്തിനും ഇത് ആവശ്യമാണ്. അല്ല, ഞാൻ വേറെ കാര്യം കൂടി പറയാം. ഈ കർണാടകവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം, മലയാളികളായ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പോലും അവിടെ ചുമതലയുണ്ടായിരുന്ന ഒരുപാട് സീനിയർ നേതാക്കളുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഇതിനകം പത്രങ്ങളിൽ വന്നിട്ടും അതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു വാക്ക് പറയാൻ ഈ നേതാക്കളാരും തയ്യാറായിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് തന്നെ ഈ കാര്യത്തിൽ വ്യക്തതയുണ്ട് എന്നുള്ളത് അവർ പുറത്തേക്ക് പരോക്ഷമായി പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണല്ലോ സർ. ലാല് നന്നായിട്ട് ഭാവന ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. ഞാനൊരു ചോദ്യം വീണ്ടും വളരെ നേരായി തന്നെ ചോദിക്കുകയാണ്. ഈ പറയുന്ന സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയും അവിടെയാണ് കർണാടകത്തിലാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഉള്ളത്, ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കഥ എന്ന് ഞാൻ ആവർത്തിക്കുന്നു. നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന നിങ്ങളുടെ ഭാവന മാത്രമാണ്, ഭാവനയുടെ ഉൽപ്പന്നങ്ങളാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് സഹായിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വന്ന് ഇത് തെറ്റാണ്, ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഞങ്ങളുടെ നേതാവല്ല, ഞങ്ങളുടെ ഒരു പ്രവർത്തകനല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കർണാടകത്തിൽ ഇല്ല എന്നുള്ളത് കർണാടകത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതാ പറഞ്ഞിരിക്കുന്നു, രേഖ ഇതാ എന്ന് പറയേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ലാലെ, ഇപ്പോൾ രാത്രിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ 8 മണിയായല്ലോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ വഴിയെ പോകുന്ന വയ്യാവേലി എടുത്ത് ആ വ്യക്തത കൊണ്ടാണ്, താങ്കൾ പറഞ്ഞ ഈ വ്യക്തത കൊണ്ടാണ് ഇപ്പോൾ കർണാടകത്തിലുണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുന്നത്. താങ്കൾ ഇത് ആട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി, ഇത് കുറേ കാലമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കോൺഗ്രസ് പാർട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതെന്ന് നാളിതുവരെ നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും തെളിവ് ചോദിക്കുന്ന ആവശ്യപ്പാടാണല്ലോ. ഇവിടുത്തെ കോടതികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആരുടെയെങ്കിലും പേരിൽ ആരോപണം വന്നാൽ കോടതി സ്വാഭാവികമായി അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തെളിവുകൾ ചോദിക്കും. ഇവിടെ പല ആരോപണങ്ങളും രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുമ്പോൾ ആവർത്തിച്ച് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, തെളിവ് എവിടെ? ഞാൻ ആ ചോദ്യം പച്ചയ്ക്ക് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2 കാര്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിലുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? 2, കർണാടകയിൽ ഇരിക്കുന്നത് കർണാടക ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെയും സംരക്ഷണയാണ് എന്ന് പറയാൻ നിങ്ങൾക്കൊരു കച്ചിത്തുരുമ്പെങ്കിലും തെളിവായിട്ട് പറയാനുണ്ടെങ്കിൽ ഒന്ന് കർണാടകത്തിലാണ് ഉള്ളതിന് എന്താണ് തെളിവ് എന്നുള്ളതിന് ഞാൻ നേരത്തെ തന്നെ താങ്കളോട് സൂചിപ്പിച്ചു. കർണാടകവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തുണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് മാധ്യമങ്ങൾ എഴുതിയത് വിശ്വസിക്കേണ്ടി വരുന്നു. സാധാരണ വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും മാധ്യമം അത് തെറ്റായ വാർത്തയാണ് കൊടുക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നിഷേധിക്കും. ഇതുവരെ നിഷേധിച്ചുകൊണ്ട് കർണാടകത്തിൻ്റെ ഭാഗത്തു നിന്നോ കർണാടകത്തിൻ്റെ ചുമതലയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ കേരളത്തിലുള്ളവരോ ഉണ്ടായിരുന്നവരോ സീനിയർ നേതാക്കളോ ആരോ നിഷേധിച്ചിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് സംരക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് താങ്കൾ ചോദിച്ചത്. അതിന് നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ നിരസിക്കുന്നതിൻ്റെ അടുത്ത നിമിഷത്തിലാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്. അന്ന് ഈ ജാമ്യാപേക്ഷ നിഷേധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ് MLA ആയി തന്നെ തുടരുമായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പഴഞ്ചൊല്ല് ഉപയോഗിച്ച് ഇപ്പോൾ രാത്രിയാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാമല്ലോ. അതുപോലെ തന്നെ ഉള്ള ഒരു ഉറപ്പുള്ള കാര്യമല്ലേ ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യം? ഇത് നിങ്ങളുടെ സാങ്കല്പികമായ കഥയല്ലേ നിങ്ങളിപ്പോൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കോൺഗ്രസിൻ്റേതായിട്ടുള്ള CPM പ്രവർത്തിക്കുന്ന ഒരു ശൈലിയിലല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരമ്പരാഗതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? ഇവിടെ അല്പം മുമ്പ് പറഞ്ഞു 10 സെക്കൻഡ് എടുത്തപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കിയെന്ന്. അതൊക്കെ എത്ര അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. ഞാൻ പറയട്ടെ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ. സണ്ണി ജോസഫ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹർജി കോടതി പരിഗണിക്കുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രതികരണവും അദ്ദേഹം നടത്തിയില്ല. അത് കഴിഞ്ഞ് കോടതിയുടെ തീരുമാനം വന്ന ആ സമയത്ത് അപ്പോഴും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയാണ്. അപ്പോൾ വന്നു പ്രഖ്യാപനം, ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് സാർ ഇതിന്? അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ വ്യക്തമാക്കണം. ഞാൻ പറഞ്ഞു തരാം, ഞാൻ വ്യക്തമായി താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം തരാം. കോൺഗ്രസ് പാർട്ടി ഈ വിഷയം കൈകാര്യം ചെയ്തപ്പോൾ ഒടുവിലത്തെ ഘട്ടത്തിൽ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തന്നെ
ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞു, ഇത് സംസ്ഥാന നേതൃത്വത്തിന് യുക്തമായി ഏത് നടപടിയെടുക്കാൻ ഞങ്ങൾ അംഗീകാരം തന്നിരിക്കുന്നു എന്ന് അവർ മുൻകൂർ തന്നെ അനുമതി കൊടുത്തു എന്നുള്ളത് ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. താങ്കളുടെ മാധ്യമം മാത്രം നോക്കിയാൽ പോരാ. സമയം കൊണ്ടാണ് ഒരു തീരുമാനം നിങ്ങൾ ഈ നാഴികമണിലും അന്നത്തെ ദിവസവും രാവിലെയൊക്കെ KC വേണുഗോപാലിനോട് ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും പറയാത്ത ഉത്തരങ്ങളാണ് പിന്നീടുള്ള നിമിഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അതെ, അത് കോൺഗ്രസ് പാർട്ടിയുടെ തന്ത്രമാണ്, അടവ് നയമാണെന്ന് ഞാൻ ആവർത്തിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഉത്തരം പറയണമെന്നും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മട്ടിൽ നടപടി എടുക്കണമെന്നും അതിനുള്ള സമയസൂചിയൊന്നും നിങ്ങൾ കൽപ്പിക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ അടവ് തന്ത്രത്തിൽപ്പെട്ട നിങ്ങൾക്ക് തോന്നിയ ഒരു സമയം ഏതാണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കർണാടകത്തിൽ നിന്ന് ഇറക്കിവിടാൻ, അതുപോലെ ഈ കോൺഗ്രസിൻ്റെ പിടിയിൽ നിന്ന് പുറത്തായ അദ്ദേഹം, കോൺഗ്രസ് പ്രവർത്തകനല്ലാത്ത അദ്ദേഹത്തെ ഇനി കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക്, ആ നിയന്ത്രണത്തിൽ നിന്നുകൂടി പുറത്തേക്ക് വിടാനുള്ള ആ തന്ത്രപരമായ സമയം കൂടി ഒന്ന് പറഞ്ഞുതരാം. താങ്കളെ ആദ്യം പറഞ്ഞ വാക്യം ഞാൻ പാടെ നിഷേധിക്കുന്നു. കർണാടകത്തിൽ നിന്ന് ഇറക്കി വിടുന്ന ജോലി കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കല്ല. അത് താങ്കൾ ആദ്യം തിരുത്തണം. അത് താങ്കളുടെ ചോദ്യം താങ്കൾ എന്നെ കെണിയിൽപ്പെടുത്താൻ നടത്തുന്ന ചോദ്യങ്ങൾ നന്നായി തിരിച്ചറിയാൻ കഴിവുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് കർണാടകത്തിൽ നിന്ന് ഇറക്കി വിടേണ്ട കാര്യം നിങ്ങളുടെ പോലീസിനോട് ചോദിക്കണം. അതായത് കർണാടകത്തിൽ നിന്ന് ഇറക്കി വിടുന്നതിന് ഞങ്ങളാരും കർണാടകത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടില്ല. ഞങ്ങളാരും കോൺഗ്രസിൻ്റെ ആരും തന്നെ അദ്ദേഹം കർണാടകയിൽ ഉണ്ടെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ കർണാടകയിൽ അദ്ദേഹം ഇല്ല എന്ന് പറയേണ്ട എന്തൊരു ശുംഭത്തരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു പരാതി പോലും ആളുകളിൽ നിന്ന് ഉണ്ടായില്ലല്ലോ. എവിടെ പരാതി എന്ന് പോലും ചോദിച്ചിരുന്നവരാണല്ലോ. പിന്നീടാണല്ലോ പരാതി വന്നപ്പോൾ പരാതി വന്നു. പരാതി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് കോൺഗ്രസ് പാർട്ടി വളരെ ആർജവത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി താങ്കൾ ഉൾപ്പെടുന്ന പാർട്ടിയിലേക്കാളൊക്കെ വ്യത്യസ്തമായി അടിയന്തരമായി നടപടിയെടുത്തല്ലോ. അതെ, സ്വന്തം കോടതിയിലേക്ക് വിട്ടില്ലല്ലോ. കോൺഗ്രസ് ഒരിക്കലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് എത്തിയ പരാതിയെ കുറിച്ചാണ് കോൺഗ്രസിന് അല്ല. താങ്കൾ ഒരു കാര്യം ഓർക്കണം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ കോടതി നടത്തിയ ഒരു നിരീക്ഷണം താങ്കൾ തമസ്കരിക്കാൻ ശ്രമിക്കരുത്. അതെ, അല്ലല്ല, ഞാൻ അതുകൂടെ പറയണം. അവർ ചോദിച്ച ചോദ്യം എന്താണ്? ഈ പരാതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തതിനകത്ത് ഒരു രാഷ്ട്രീയമില്ലേ എന്ന് ചോദിച്ചപ്പോൾ താങ്കളെ പോലുള്ളവരെന്താ മൗനം പാലിക്കുന്നത്? കോടതി ചോദിച്ചതിനോട് കോടതിയിൽ മറുപടി പറയാൻ ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. എന്നാലും എനിക്ക് ഇവിടെ പറഞ്ഞു കേട്ടതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, കോടതി ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രതിപക്ഷം ഉൾപ്പെടെ പറയുന്നുണ്ട്. ഞാനത് എൻ്റെ മറുപടിയായിട്ട് ഞാൻ പറയേണ്ടതില്ല. അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് ഞാൻ ഇപ്പോൾ മൈക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം പറയട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ PK ഗോപൻ അടുത്ത അദ്ദേഹത്തിൻ്റെ ടേണിൽ അത് പറയും. ലാൽകുമാർ, നിയമപരമായി ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നു, പടക്കം പൊട്ടിക്കൽ നടന്നു എന്നാണ് ഡോക്ടർ PK ഗോപൻ പറയുന്നത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അപ്പോൾ അങ്ങനെയൊക്കെ വിജയവും ആശ്വാസവും ഒക്കെ കോൺഗ്രസിൻ്റെ ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നിയമ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. ഇത് എന്ത് നിയമപരമായ പ്രതിരോധമാണ് അവർ ഉയർത്തുന്നത്? എന്ത് നിയമപരമായ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക? അല്ല, ഇവിടെ വന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ ഇപ്പം കർണാടകത്തിലുണ്ടോ ഇല്ലയോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ. കർണാടകത്തിലുണ്ടോ ഇല്ലയോ എങ്ങനെ ഉറപ്പിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമ്മളെല്ലാവരുടെയും നമ്മുടെ മുന്നിലിരിക്കുന്ന ഇൻഫർമേഷൻ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കൂ, കൈരളി മാത്രമല്ല കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഏഷ്യാനെറ്റ് അടക്കുന്ന നിങ്ങൾ പറയുന്ന ഇംപാർഷ്യൽ എന്ന് വിളിക്കുന്ന മാധ്യമപ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങൾ പറയുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ബാംഗ്ലൂരിൽ കൊണ്ടുവിട്ട ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇങ്ങനൊരു വാർത്തയുണ്ട്, ഇല്ലാതില്ല. ഈ പറയുന്ന കർണാടകത്തിൽ വെച്ചാണ് അവസാനമായി അദ്ദേഹത്തിൻ്റെ ഫോൺ ഓണായത്. ഇപ്പോൾ ഫോൺ ഓണായത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് ഈ നാട്ടിലിപ്പോൾ. അദ്ദേഹം ഇതിനു മുമ്പ് ഓണായ സമയത്തും അദ്ദേഹം കർണാടകത്തിൽ തന്നെ ആയിരുന്നു
എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അല്ല എങ്കിൽ ഈ പറയുന്നതിനെ വിപരീതമായി എവിഡൻസ് നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ പറയുന്നതിന് ന്യായമുണ്ട്. നമ്മുടെ മുന്നിൽ ഈ പറയുന്ന ടെലിഫോൺ ഓൺ ആയതും ഈ പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. അത് മാത്രമേ വിശ്വസിക്കാൻ തരവുള്ളൂ. അല്ലാതെ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു ഇതാണ് നമ്മുടെ എവിഡൻസ്, നിങ്ങൾ തീരുമാനിച്ചോളൂ, ഇഷ്ടമുള്ള തീരുമാനിച്ചു. ഇപ്പോൾ കോടതിയിൽ വന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തതിൽ രാഷ്ട്രീയമില്ലേ? അങ്ങനല്ല, KPCC പ്രസിഡന്റ് കൊടുത്തതിന് രാഷ്ട്രീയമില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയിലേക്ക് പരാതി കൊടുക്കുന്നതിന് രാഷ്ട്രീയമൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അത് പറഞ്ഞത് തെറ്റാണ്. ഇവിടെ നോക്കൂ, ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യുമ്പം യു ആർ അല്ലെങ്കിൽ ദ പെറ്റീഷണർ ഈസ് ആൻറ്റിസിപ്പേറ്റിംഗ് ആൻ അറസ്റ്റ്. അത് അറസ്റ്റ് ചെയ്ത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് ഇവിടുത്തെ അതിൽ കൂടുതലായിട്ട് കേസിൻ്റെ മെറിറ്റിലേക്ക്, കേസിൻ്റെ എവിഡൻസിൻ്റെ ഒരു വെയിങ് സ്കെയിലെ വെച്ച് അളന്നിട്ടല്ല ഒരിക്കലും കോടതി ഈ പറയുന്ന ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ കാര്യം നടക്കുന്നത്. പ്രാഥമികമായ കുറേ കാര്യങ്ങൾ നോക്കും. കാരണം ഇപ്പോൾ നോക്കൂ, ഒരു മേർഡർ കേസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പാരൻ്റ് ആയിട്ടുള്ള ഒരു റേപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, ഇത് ക്ലിയർ കേസാണ്, അപ്പോഴേ പോകും. ഇവിടെ എവിഡൻസ് കൃത്യമായി വരേണ്ട, എവിഡൻസ് സ്റ്റേജിലേക്കൊന്നും നമ്മൾ ഒരു ട്രയലിലേക്ക് സ്റ്റേജോ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതോ പോയിന്റിലേക്കോ പോലും എത്തിയിട്ടില്ല. അതിനൊക്കെ എത്രയോ മുമ്പ് ഇൻവെസ്റ്റിഗേഷൻ പോലും നടന്നിട്ടില്ല. അതിനൊക്കെ എത്രയോ മുമ്പിലുള്ള ഒരു പ്രോസസ്സിലാണ് നിൽക്കുന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻ പോലും നടക്കുന്നതിന് മുമ്പ് ഇയാൾക്കെതിരെ ഒരുപാട് എവിഡൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ എവിഡൻസ് ഞാൻ കണ്ടിട്ടില്ല. കോടതിയിൽ വാദിക്കുന്ന കാര്യത്തിൽ ഇപ്പം നോക്കൂ, സെഷൻസിൽ വന്നു കഴിഞ്ഞപ്പം സെഷൻസ് ജാമ്യം കൊടുക്കാത്ത രീതിയിലുള്ള ഈ പറയുന്ന മെഡിക്കൽ എവിഡൻസ് ഫീറ്റസൈഡുമായിട്ട് അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ കോടതി തന്നെ വിലയിരുത്തിയത്. ഇതിൻ്റെ വിഷയം ഹൈക്കോടതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഹൈക്കോടതി ഇപ്പോൾ അയാളുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ മെറിറ്റിലേക്ക് കോടതി കയറിയിട്ടില്ല, പിന്നീടേ വരത്തുള്ളൂ. അറസ്റ്റ് വേണ്ടോ എന്നുള്ള ചോദ്യം മാത്രമേ വേണ്ടുള്ളൂ. ഇയാൾ തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതിനെക്കുറിച്ചും ഒന്നും കോടതിയുടെ പരിഗണനയിലേക്കേ വന്നിട്ടില്ല. ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന അറസ്റ്റ് ചെയ്യുന്നതിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് വഴി എല്ലാം കണ്ടോണ്ടായി, അയാൾ ചെയ്ത എല്ലാം കണ്ടോണ്ടായി എന്നുള്ളൊരു വിലയിരുത്തൽ അറിയില്ല എന്ന് മാത്രമേ അതിനകത്ത് നമുക്ക് പറയാൻ കഴിയൂ. അല്ല, മുൻകൂർ ജാമ്യം കൊടുത്തു എന്നിരിക്കട്ടെ, ഇപ്പം സെഷൻസ് കോടതി തന്നെ മുൻകൂർ ജാമ്യം കൊടുത്തു എന്നിരിക്കട്ടെ, അങ്ങനെയാണല്ലോ നമുക്ക് പറയാൻ പറ്റുന്നത്. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുന്നു, അതിന് സ്റ്റേറ്റ് ഹൈക്കോടതിയിലേക്ക് എടുക്കുന്നു. ഈ പറയുന്ന ആ ഡിസിഷനെ, സെഷൻസ് കോടതിയുടെ ഡിസിഷനെ കൺകർ ചെയ്യുന്ന രീതിയിൽ ഹൈക്കോടതി ഒരു ഡിസിഷൻ എടുക്കുന്നു. അങ്ങനെയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇയാളെ വെറുതെ വിട്ടു എന്നാണോ? അതെന്തൊരു ലോജിക്കാ? അത് പറഞ്ഞു യു ആർ ആൻറ്റിസിപ്പേറ്റിംഗ് ഇയാളുടെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എന്തിനാണ്? ഇയാൾ പലപ്പോഴും എവിഡൻസ് ടാമ്പർ ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ പറയുന്ന സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, പവർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇവിടെ ഈ പറയുന്ന കൺസെൻഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ പീരീഡിൽ നിന്ന് മാറി ആ നേച്ചർ മാറി. വേണമെങ്കിൽ ഞാനത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, എനിക്ക് ഇച്ചിരി സമയം തന്നാൽ മതി. ഇവിടുത്തെ പ്രശ്നം എന്താ? ഒരു പെൺകുട്ടി ഇയാളുമായി ബന്ധം ഉണ്ടാകുന്നു. ആ ബന്ധം കൺസെൻഷ്യൽ റിലേഷൻഷിപ്പിൽ തന്നെ, എന്ന് വെച്ചാൽ രണ്ടു പേർക്കും താല്പര്യത്തിൽ തന്നെ വിവാഹം കഴിക്കും എന്നൊക്കെയുള്ള ധാരണയിൽ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാഹം ഇവർ കഴിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ബന്ധം ഉണ്ടാകുന്നു. ഈ ബന്ധത്തിൻ്റെ നേച്ചർ ആൻഡ് ക്യാരക്ടർ ഒരു പോയിന്റിൽ മാറി എന്ന് ആ കുട്ടി പറയുന്നു. ആ കുട്ടിയാണ് പറയുന്നത്. കാര്യം ഇവരുടെ ഫോട്ടോഗ്രാഫ്സ്, പ്രൈവറ്റ് ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്, അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ആ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആണ് പിന്നെ അവരുമായി ഇടപെട്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഈ പറയുന്ന കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് റേപ്പിൻ്റെ നേച്ചറിലേക്ക് വന്നു. കാരണം എന്താ? അവരുടെ കൺസെൻറ്റ് അതിനകത്തില്ല. അവർ വിൽഫുള്ളി അല്ല ഈ പോയിരിക്കുന്നത്, അവർ കൺസെൻറ്റ് വിഡ്രോ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. കാര്യം ഇവരുടെ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ട് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യും അല്ലെങ്കിൽ ഇത് പുറത്തു വിടുമെന്ന് പറഞ്ഞാണ് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നെങ്കിൽ, സെക്ഷൽ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നെങ്കിൽ അതിനെ റേപ്പായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒറിജിനലി ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അതിൻ്റെ നേച്ചർ ആൻഡ് ക്യാരക്ടർ ഒരു പോയിന്റിൽ മാറി. ഇത്രയും കാര്യങ്ങൾ ഗർഭഛിദ്രം വരുന്നത്, അതിലൂടെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നത്, ഇതൊക്കെ വരുന്നത് നോക്കൂ, ഞാൻ പറയട്ടെ,
എനിക്കറിയാമല്ലോ, ഞാൻ പറയാം. ഈ പറയുന്ന റേപ്പ്, ഞാൻ റേപ്പിനെ കുറിച്ച് ആദ്യം സംസാരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ ഒഫൻസ് ഇട്ടിരിക്കുന്ന റേപ്പാണ്. ആ റേപ്പിൽ ആ കുട്ടി തന്നെ പറയുന്നു റേപ്പിലേക്ക് വരുന്നു. ഇതുമായി ചേർത്ത് വെച്ച് വായിക്കേണ്ട കാര്യമാണ് ഈ പറയുന്ന അബോർഷൻ, ഫോഴ്സ്ഫുൾ അബോർഷൻ. ഫോഴ്സ്ഫുൾ അബോർഷൻ എന്ന് പറയുന്ന കാര്യം തന്നെ ഒരു സെപ്പറേറ്റ് ഒഫൻസാണ്. ആ സെപ്പറേറ്റ് ഒഫൻസ് അയാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പ്രാഥമികമായി ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. അതിനെതിരെയുള്ള മെഡിക്കൽ എവിഡൻസ് ക്ലിയർ ആയിട്ടുണ്ട്. ആ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞപ്പം കോടതി പറയുന്ന കാര്യം അതാണ്. ആ കാര്യത്തിൽ ഒരു കുഴപ്പമുണ്ട്. റേപ്പ് എന്ന് പറയുന്ന സാധനം സബ്സ്റ്റാൻഷ്യലി പെട്ടെന്ന് വന്നിട്ടില്ല. ആ കാര്യം എന്താ? അത് പെട്ടെന്ന് വരാൻ പറ്റുന്ന കാര്യമല്ല. അത് എവിഡൻസിൽ മൊഴി കൊടുത്ത് ക്രോസ് എക്സാമിനേഷൻ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, നോക്കൂ, രാഹുൽ മാങ്കൂട്ടം ഇതിൻ്റെ പ്രൈവറ്റ് ഫോട്ടോഗ്രാഫ്സ് കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് കണ്ടെത്തുക? എന്നെ കേൾക്കുന്ന ആളെ ആലോചിച്ചാൽ മതി. അത് അയാളുടെ ഫോൺ നമുക്ക് കിട്ടണം. അതൊരു മെറ്റീരിയൽ ഒബ്ജക്റ്റാണ്. അതിനെ റിക്കവർ ചെയ്യണം. അതുവഴി ദിലീപിൻ്റെ ഫോണിൻ്റെ കാര്യം പറയുന്നവരാണ്. ഈ പറയുന്ന റിക്കവർ ചെയ്തിട്ട് ഇതിനകത്ത് ഫോട്ടോഗ്രാഫ്സ് ഉണ്ടോ, ഉണ്ടായിരുന്നെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്തെടുക്കാൻ, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് ഈ പെൺകുട്ടിയുടെ മൊഴിക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇത് ചേർന്ന് ഒരു ചെയിൻ ആക്കി ആ ലിങ്ക് കംപ്ലീറ്റ് ആകുന്ന പോയിന്റിൽ മാത്രമേ നമുക്കിത് പറയാൻ പറ്റൂ. അപ്പം അത്രയും സാധനം നമുക്ക് ചെയ്യാൻ ഈ പറഞ്ഞൊരു MLA ആയിട്ടൊരാൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടിയെ സ്വാധീനിക്കുമെന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്നൊരു കാര്യമല്ല. അപ്പം കോടതി ഇയാളിപ്പം വെളിയിൽ നിന്നാലും ഈ ഇൻവെസ്റ്റിഗേഷൻ ക്ലിയർ ആയിട്ട് നടക്കുമോ, വെളിയിൽ നിന്നാലും എവിഡൻസ് എടുക്കുന്ന റിക്കവറിങ് എവിഡൻസ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നടക്കുമോ എന്നുള്ള കാര്യം മാത്രമേ അതിനകത്ത് നോക്കുന്നുള്ളൂ. അതേ സ്ഥാനത്ത് മുന്നോട്ട് പോകുമ്പം ഈ പറയുന്ന രീതിയിൽ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം നോക്കുക. ഇപ്പൊ തന്നെ നമ്മുടെ മുമ്പിലുള്ളത് ഈ അതിജീവിതയെ സഹായിക്കുന്ന ആളുകളെ പോലും റിനിയുടെ കാര്യത്തിലാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന പരാതി ഉണ്ടല്ലോ, ഇന്നലെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. വീട്ടിൽ ആളുകൾ പോയി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. വീട് കയറി കൊലപ്പെടുത്തുമെന്ന് പറയുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ത്രെട്ടനിങ് ഉണ്ട്, ഈ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. നോക്കൂ, ഇതിനകത്ത് നോക്കൂ, അയാൾ പബ്ലിക് അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാളാണ്. അയാളിപ്പോൾ അബ്സ്കൗണ്ടിങ് ആണ്. ഞാൻ പറഞ്ഞത് കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. അയാൾ അബ്സ്കൗണ്ടിങ് ആണ്. അബ്സ്കൗണ്ടിങ് ആയിരിക്കുമ്പോഴും കുറേ ആൾക്കാർ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. ആ കാര്യം നോക്കൂ, അയാൾ എന്ന് പറയുന്ന ആളുടെ പ്രസൻസ് പുറത്തു വന്നു കഴിഞ്ഞാൽ എങ്ങനെ, അകത്ത് നിന്നാൽ എങ്ങനെ എന്നുള്ളതാണ് കോടതി നോക്കുക. ഈ പറയുന്ന ഇപ്പം ഇയാൾ ഇവിടെ ചെയ്യുന്നതിനകത്ത് ഇയാൾ ഇടപെട്ടിട്ടുണ്ടോ, ആ ചെയിൻ ഓഫ് ലിങ്കും നമ്മൾ പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം ഒരാൾ ത്രട്ടൻ ചെയ്തിരിക്കുന്നു, ഇന്ന് ആ പെൺകുട്ടിയുടെ മൊഴി എടുക്കുന്നു. ഈ പറയുന്ന ആൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോ അയാളുടെ നെറ്റ്വർക്കിനകത്ത് ഒരു കോൾ കിട്ടിയിട്ടുണ്ടോ? ഇതൊക്കെ അയാൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള റെലവൻറ്റ് ഫാക്റ്റുകളായി എവിഡൻറ്ററി സ്റ്റേജിൽ വരുന്ന കാര്യമാണ്. അതും പ്രശ്നമാണ്. ഇതൊക്കെ റിക്കവർ ചെയ്തെടുക്കണം. അതാ പറഞ്ഞ് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. നിങ്ങൾ ചുമ്മാ ചാടിക്കയറി ഇത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തു, അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തില്ല, അല്ലെങ്കിൽ അറസ്റ്റ് തടഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് ഒരാൾ ഒഫൻസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഞാൻ വരാം. ഡോക്ടർ PK ഗോപൻ, നോക്കൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഏതെങ്കിലും വക്കീലന്മാരൊക്കെ എവിടെയെങ്കിലും ഇരുന്നൊക്കെ പ്രതിരോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഹുൽ ഫാൻസ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ, കതറിട്ടവർ, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്നവർ തന്നെ മുഖങ്ങളില്ലാത്ത പല പേരുകളുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതൊക്കെ വാദിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ രാഹുലിന് വേണ്ടി വാദിക്കുകയാണ്. പ്രൊഫസർ AG ജോർജ് തന്നെ, അദ്ദേഹം രാഹുലിനെതിരാണല്ലോ. ഈ രാഹുൽ പുറത്താക്കപ്പെട്ട കോൺഗ്രസ്സുകാരനാണല്ലോ, ഇപ്പോൾ കോൺഗ്രസ്സിൽ ഇല്ലല്ലോ. പക്ഷേ അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഈ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടെന്നാണ്. ഇൻഡയറക്റ്റായിട്ട് അത് ആരെ സഹായിക്കുന്നതാണ്? അത് ആരെ സഹായിക്കാനാണ് ആ വാദം ഉയർത്തുന്നത്? അതെന്തിനാണ് നോക്കുന്നത്? ആ രാഷ്ട്രീയമുണ്ടോ? ഇങ്ങനെ ഒരു കൃത്യം ചെയ്ത ഒരാളിനെ കോൺഗ്രസ് പുറത്താക്കിയത് പിന്നെ എന്തിനാണ്? അപ്പോൾ ഇങ്ങനെയുള്ള വാദങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നത് തന്നെ രാഹുലിന് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് കിട്ടുന്ന സഹകരണത്തിൻ്റെ കൃത്യമായ അടയാളങ്ങളല്ലേ? അഡ്വക്കേറ്റ് ലാൽകുമാർ ഇത് വളരെ കൃത്യമായി എൻ്റെ നിയമവിശകലനം നടത്തി. അത് വളരെ ട്രാൻസ്പെറൻ്റായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ കോടതി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാൻറ്റ് ചെയ്യാവോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ആ സമയം വരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് ഒരു കോടതി പറഞ്ഞത്. പക്ഷേ അടുത്ത കേസിൽ വന്നപ്പോൾ
കോടതിയുടെ നിരീക്ഷണം വ്യത്യസ്തമായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു പശ്ചാത്തലത്തിലായിരുന്നു. ഒരു ചെറിയ ഇടവേളയിൽ, അതായത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കമൻറ്റ് വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ചിലർ കാണിച്ച ആവേശം, എല്ലാവരും അങ്ങനെ കാണിച്ചു എന്നുള്ളതല്ല, ആ ആവേശമാണ് പടക്കം പൊട്ടിക്കലിലേക്ക് എത്തിയത്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ വളരെ കൃത്യമായി, വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, KPCC രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കത്തില്ല. നേരത്തെ കോൺഗ്രസിൻ്റെ സഹയാത്രികൻ നമ്മുടെ ബഹുമാന്യനായ ജോർജ് സാറ് പറഞ്ഞതുപോലെ, അദ്ദേഹം പറഞ്ഞത് ഹൈക്കമാൻഡ് മുൻകൂട്ടി അനുവാദം കൊടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ PCCക്ക് യുക്തമായ നിലപാട് സ്വീകരിക്കാൻ. ആ യുക്തമായ നിലപാടെന്ന് പറയുന്നത് കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ പുറത്താക്കുക, കോടതി ജാമ്യം നിഷേധിച്ചില്ലെങ്കിൽ അകത്ത് നിർത്തുക. ഇതാണ് ഉണ്ടായത്. അതല്ലെങ്കിൽ നേരത്തെ ശ്രീ VD സതീശൻ പല പത്രസമ്മേളനങ്ങളിൽ, എനിക്ക് തോന്നുന്നത് 25-ലധികം പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ചൊരു കാര്യമുണ്ട്, ഒരാളിൻ്റെ പേരിൽ ഒരു കുറ്റത്തിൻ്റെ പേരിൽ 2 ശിക്ഷ പറ്റില്ല. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു നടപടിയെക്കുറിച്ച് കോൺഗ്രസ് ചിന്തിക്കുന്നതേയില്ല. ഈ കോടതിയുടെ തീരുമാനം വരുന്നതിന്റെ തൊട്ടു തലേ ദിവസം മാത്രമാണ് കോൺഗ്രസ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് എന്ന് VD സതീശൻ ആ ദിവസം പറയുന്ന മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിൻ്റെ തെളിവ് കൂടി, ഇത് ആ ശബ്ദം കൂടി നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഡോക്ടർ PK ഗോപൻ പറഞ്ഞതിനെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. രണ്ടാമതൊരു പരാതി കൂടി KPCC പ്രസിഡന്റ് വന്നു. ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു, പുറത്താക്കാൻ തീരുമാനമെടുത്തു. ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ, അതായത് ഈ കോടതിയുടെ തീരുമാനം വന്നതിൻ്റെ പുറത്താക്കിയതിൻ്റെ തലേനാളത്തെ കാര്യമാണ് VD സതീശൻ ഇപ്പോൾ പറഞ്ഞത്. ഡോക്ടർ PK ഗോപൻ. അതെ, അത് ഞാൻ പറഞ്ഞ കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ കാര്യങ്ങളും 2 നടപടി ഒരു കുറ്റത്തിൻ്റെ പേരിൽ പറ്റില്ല എന്നാണ്. ഇനി മുൻ KPCC പ്രസിഡന്റ് പറഞ്ഞ എന്താ, ഏറ്റവും കേരളം സൂക്ഷിച്ചു വെക്കേണ്ടെന്നൊരു വോയിസ് ക്ലിപ്പിംഗ് അത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പരാതി എൻ്റെ ചെവിയിൽപ്പെടുത്തി, അപ്പം അവനെ വിളിച്ച് 2 ചീത്ത വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മുമ്പിൽ 2 തെറി പറഞ്ഞ് അവസാനിപ്പിക്കത്തക്ക ഒരു പരാതി മാത്രമാണ് ഇതുള്ളത്. എങ്കിലും അത് ഗൗരവമുള്ളതായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം എനിക്ക് തെറ്റുപറ്റി. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് സിംഗിൾ ഇൻവെർട്ടർ കോമ, ഐ വാസ് റോങ്, എനിക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലായി. കാരണം രാഹുലാണ് ശരി എന്നാണ് മുൻ KPCC പ്രസിഡന്റ് വാദിച്ചത്. ജോർജ് സാർ ആ ക്ലിപ്പിംഗ് എടുത്ത് നോക്കണം. അതുപോലെ ഓരോരുത്തരും കോൺഗ്രസിൻ്റെ നേതൃത്വം രാഹുലിനെ അകത്ത് നിർത്താൻ കാരണം എന്താ, അയാൾ തന്നെ പ്രതിപക്ഷത്തിനിട്ട് മറുപടി കൊടുക്കുന്ന രൂപത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അയാൾ പറഞ്ഞു ബെണ്ടി ചോർ മോഷണത്തെക്കുറിച്ച് പറയുന്നത് പോലെയാണ് ഈ ചില നേതാക്കന്മാർ ഈ പ്രശ്നത്തെ കാണുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ കോൺഗ്രസിൽ തന്നെ നേരത്തെ വലിയ ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ജോർജ് സാറ് 1-2 കുത്ത് CPMനെ കുത്താൻ വേണ്ടി പരിശ്രമിച്ചു വിട്ടത്. അദ്ദേഹം പറഞ്ഞു, CPM ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലല്ല ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ വാദം അക്ഷരാർത്ഥത ശരിയാണ്. CPMനെ സംബന്ധിച്ച് ഇത്തരം പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കോടതി പരിഗണിക്കട്ടെ എന്നോ കോടതിയുടെ അല്ല, പാർട്ടി സംവിധാനത്തിൽ തന്നെ അക്കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ നടപടിയാണ് സ്വീകരിക്കുക. ഇവിടെ CPMൻ്റെ MLA മുകേഷിനെ കുറിച്ചാണ് അവർ താരതമ്യം ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോഴൊക്കെ അവർ ബോധപൂർവ്വം മാറ്റിവെക്കുന്ന മറ്റ് 2 MLAമാരുണ്ട്, ശ്രീ വിൻസെൻറ്റും ശ്രീ എൽദോസ് കുന്നപ്പള്ളി. എൻ്റെ ധാരണ വിൻസെൻറ്റിനെ എൽദോസ് കുന്നപ്പള്ളി ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ അവരുടെ ശത്രുക്കളാരോ പാർട്ടിക്കകത്ത് നിന്ന് പരിശ്രമിക്കുന്നത് കൊണ്ടാണ് ശ്രീ മുകേഷിനെ എടുത്ത് ഈ പ്രശ്നത്തിലിടുന്നത്. കാരണം മുകേഷിനെ കോടതി ജാമ്യം കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം ജയിലിൽ കിടന്നിട്ടില്ല. മുകേഷിൻ്റെ പ്രഥമ ദൃഷ്ടി ആ കേസ് കോടതി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അനുവദിക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ കേസിൻ്റെ മെറിറ്റും ഈ കേസിൻ്റെ മെറിറ്റും രണ്ടും രണ്ടായതുകൊണ്ടാണ്. ഇനി ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രശ്നം കേരളത്തിൽ ഇതിനിടയ്ക്ക് ചർച്ച ചെയ്യാതെ പോകരുത്. ഇന്നൊരു സമാനമായ പേരുള്ള മറ്റൊരാൾ, കോൺഗ്രസ്സിന് വേണ്ടി കോൺഗ്രസ്സുകാരനല്ലാതെ വടി കൊടുത്ത് അടി വാങ്ങിച്ച ഒരാളാണല്ലോ രാഹുൽ ഈശ്വർ.
അദ്ദേഹം ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ലേലുവല്ലു എന്നെ അഴിച്ചുവിടനിയ എന്ന് പറയുന്നൊരു വാചകം കേട്ടായിരുന്നല്ലോ. അതായത് അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞത്, ഞാൻ പുരുഷവർഗത്തിന് വേണ്ടി സംസാരിക്കുന്നു, എൻ്റെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഫ്രീഡം ഫൈറ്റ് ഞാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കില്ല. 2-3 ദിവസം ഭക്ഷണം കഴിക്കാതെ ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാവുന്നതായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനിയും ഞാൻ ഈ കള്ളപ്പരാതിക്കെതിരായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഇന്നിനി മേലാൽ പോസ്റ്റ് ഇടത്തില്ലെന്ന് പറഞ്ഞു. കേരളത്തിലെ പോലീസിനെ കുറിച്ച്, കേരളത്തിലെ നിയമവ്യവസ്ഥയെക്കുറിച്ച് ഇവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് എന്താ? ശ്രീ രാഹുൽ ഈശ്വർ കേരളത്തിൽ എന്ത് സ്ത്രീപീഡനം നടന്നാലും അവിടെ എല്ലാം പുരുഷവർഗത്തിന് വേണ്ടി നിൽക്കാൻ പോകുന്നത് എന്തിനാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫെമിനിസം അല്ലെങ്കിൽ മെന്നിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് സ്ത്രീയുടെ ശത്രുവായിട്ട് പുരുഷനെയോ പുരുഷൻ്റെ ശത്രുവായിട്ട് സ്ത്രീകളെ വിലയിരുത്തുക എന്നുള്ളതല്ല. ഫെമിനിസവും അങ്ങനെയല്ല. നേരെ മറിച്ച് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തീവ്ര മുഖം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്ത്രീകളെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ അവരെ ചവിട്ടിയരയ്ക്കുക. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത അവർക്ക് സ്പേസ് കൊടുക്കാതെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഞാൻ ശ്രീ ലാലെ സമയമില്ലെങ്കിൽ ഒരു കാര്യം പറയാം. കുടുംബശ്രീ എന്ന സംവിധാനത്തിന് കേരളത്തിൽ ആദ്യം കൊടുത്ത പേര് സ്ത്രീ ശക്തി എന്നാണ് നയനാരുടെ ഭരണകാലത്ത്. അങ്ങനെ സ്ത്രീകൾക്ക് ശക്തി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രചരിപ്പിച്ചതാണ് കുടുംബശ്രീ. ശരി, ഇനി ആ പേര് മാറ്റുന്നില്ല. ആ കുടുംബശ്രീ സംവിധാനം കേരളത്തിൽ വന്നപ്പോൾ 57 ലക്ഷം സ്ത്രീകൾക്ക് സ്വതന്ത്രമായ ഒരു പദവി ലഭിച്ചു. ഇവരെ സംബന്ധിച്ച് സ്ത്രീകളെ ആരാധിക്കുക. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ്. അവർക്ക് പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ല, രാമജന്മഭൂമി അമ്പലത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ല. പക്ഷേ അവരെ പ്രസിഡന്റായിട്ടിരുത്തും. അധികാരം കൊടുക്കാതെ, സ്പേസ് കൊടുക്കാതെ സ്ത്രീകളെ ഒന്നുകിൽ ബഹുമാനിക്കുക, അല്ലെങ്കിൽ അവരെ ചവിട്ടിയരയ്ക്കുക. അതല്ലാതെ അവർക്ക് സ്പേസ് ഇല്ല, സ്ത്രീകൾക്ക് സ്പേസ് ഇല്ല, അവരുടെ അധികാരമില്ല, അവർക്ക് പദവിയില്ല, അവർക്ക് സമൂഹത്തിൽ സ്റ്റാറ്റസ് ഇല്ല എന്ന രൂപത്തിലാണ് ഈ പ്രശ്നത്തെ കാണുന്നത്. അതുകൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ജീർണതയാണ്. ഞാനിത് രാഹുൽ ഈശ്വറിലോ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ല കാണുന്നത്. സ്ത്രീകളെ മോശപ്പെടുത്തുക എന്നുള്ളത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു കാര്യം ഇടയ്ക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം സെക്സ് റിലേഷൻ എന്നുള്ളത് പാശ്ചാത്യ ലോകം പണ്ടേ അംഗീകരിച്ച കാര്യമാണ്. ഇപ്പം ഇന്ത്യൻ നിയമവ്യവസ്ഥ അംഗീകരിച്ചു. അതുകൊണ്ട് ആർക്കായാലും ശരി അങ്ങനെ റിലേഷൻ ഏർപ്പെടുത്താൻ നിയമത്തിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ ആരേർപ്പെട്ടാലും വ്യക്തിപരമായി ഞാൻ പറയാം, അതൊരു അപരാധമേ അല്ല. അതിനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്കുമുണ്ട്, പുരുഷനുമുണ്ട്. നാളെ ആർക്കായാലും ഇത് ഉണ്ടാകാം. പക്ഷേ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരെ സ്പർശിക്കാൻ പാടില്ല, ഒരു സ്ത്രീയുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ശരീരത്തിൽ ഇടപെടാൻ പാടില്ല എന്ന രാഷ്ട്രീയം കേരളം ഇതിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് സദാചാര പോലീസുകാർക്ക് ഉള്ള മറുപടി കൂടിയായി ഇത് മാറണം. കാരണം രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ നടന്നിട്ട് എവിടെ സ്ത്രീ പീഡനം ഉണ്ടോ അവിടെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ, എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ടെന്ന് പറയുന്നത് പോലെ എവിടെ സ്ത്രീ പീഡനം ഉണ്ടോ അവിടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ അവകാശത്തെയും അന്തസ്സിനെയും നശിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് കൂടിയുള്ള മറുപടിയാണിത്. അതാണ് ഇന്ന് കോടതി. ഒരു സന്ദീപ് വാര്യറുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, എന്തെല്ലാം ആക്ഷേപമാണ് ഇത് സംബന്ധിച്ച് നടന്നുകൊണ്ടിരുന്നത്. ഒരു സ്ത്രീയുടെ ഒരു അതിജീവതയുടെ ഐഡന്റിറ്റി വെളിവാക്കാൻ അന്ന് KPCC നിലവിലുള്ള പ്രസിഡന്റ് പറഞ്ഞത് ശ്രീ ജോർജ് സാർ ഓർമ്മയുണ്ടോ? ഒരു കല്യാണ ഫോട്ടോ എടുത്ത് അയാൾ ഇട്ടതേ ഉള്ളൂ, അല്ലാതെ അയാൾ ആരെയും വെളിപ്പെടുത്തിയില്ല. നേരത്തെ നടന്ന കല്യാണത്തിൻ്റെ ഈ പെൺകുട്ടിയുടെ പടമെടുത്ത് പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണെന്ന് അറിയാൻ വയ്യാത്ത ആളല്ല. ഇത് പണ്ട് ബിന്ദു കൃഷ്ണ പറഞ്ഞതുപോലെയാണ്. കാരണം EP ജയരാജൻ്റെ ഭാര്യയുടെ ശിരസ് മാറ്റിയിട്ട് അവിടെ സ്വപ്ന സുരേഷിൻ്റെ പടം എടുത്തു വെച്ച് പ്രചരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി പോലെ ഉള്ളൂ. ഇന്നലെ രാത്രി നടന്ന സംഭവം എന്താണ്? ഇന്നലെ രാത്രി നടന്ന സംഭവം രാഹുൽ ഈശ്വറിനെ കേരളത്തിലേക്ക് വെളിപ്പെടുത്തിയ ഹൂ കെയേഴ്സ് എന്ന ഇൻവെർട്ടർ കോമയിലുള്ള അദ്ദേഹത്തിൻ്റെ വാചകം പ്രസിദ്ധീകരിച്ച് കേരളത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ബഹുമാന്യായ റിനിയുടെ വീട് വൈകുന്നേരം ആക്രമിക്കാൻ ചെന്ന ആരാ സാർ? ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരാ? ഇവിടെ കോൺഗ്രസ് അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ അവരുടെ വീട് ആക്രമിക്കാൻ ചെല്ലുമോ? എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകത്തിലേക്കോ മറ്റെവിടേക്കിലേക്കോ പാഞ്ഞു പോയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയം നെഞ്ചിലേറ്റി യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയെ ഇങ്ങനെയുള്ള ഒരു കുഴപ്പത്തിൽ ചാടിക്കുന്ന കുറേയധികം പ്രവർത്തകർ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. അങ്ങ് ഒരു സംശുദ്ധനായ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള തരത്തിൽ ഇത്തരം കക്ഷികളെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്താൻ പരിശ്രമിച്ചാൽ അത് കോൺഗ്രസിന് മാത്രമല്ല ഗുണം, ഈ ഭാവി കേരളത്തിന് അത് ഗുണകരമായി മാറും. നമ്മുടെ രാഷ്ട്രീയം സംശുദ്ധമാകട്ടെ, അത് അഴിമതിരഹിതമാകട്ടെ, അത് ക്രിമിനൽ വൽക്കരണത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ, അത് സ്ത്രീ പീഡകരിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, പ്രൊഫസർ AG ജോർജ്, ഈ കാര്യത്തിലൊക്കെ രാഷ്ട്രീയം കാണേണ്ടതില്ല. ഇത്
സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കാണേണ്ടത്. കേരളം സ്ത്രീകൾക്കൊപ്പം തന്നെയാണ് ഇക്കാര്യത്തിൽ. പ്രത്യേകിച്ച് എന്താണ് കോൺസെൻഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് ഇത് കടന്നപ്പോൾ സ്ത്രീക്ക് നീതി കിട്ടേണ്ട സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കി കോടതി പോലും അക്കാര്യത്തിൽ പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാത്ത ഒരു ഘട്ടം ഉള്ളതാണ്. ഇപ്പോഴും അക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെയാണ് മേൽക്കോടതി പോലും അറസ്റ്റ് സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്നും കൂടി വരുമ്പോൾ ഈ പരാതി കൊടുത്തത് മുഖ്യമന്ത്രിക്കാണ്, അതുകൊണ്ട് രാഷ്ട്രീയമാണെന്ന് താങ്കളെപ്പോലുള്ള ആളുകളൊക്കെ പറയുന്നത് വളരെ നിസാരവൽക്കരിക്കലല്ലേ കാര്യത്തെയൊക്കെ? നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷത്തെ പല സമരങ്ങളും നമുക്കറിയാം. ഇതുപോലുള്ള പല സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ നേതാക്കളെ അവരുടെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴാണ് താങ്കളുടെ ഈ പ്രതികരണം. ഡോക്ടർ ലാലെ, മറ്റു രണ്ടുപേർക്കും കൊടുത്തവരുടെ സമയത്തിൻ്റെ പകുതിയെങ്കിലും എനിക്ക് തരണം എന്ന് ആദ്യമേ ഞാൻ അപേക്ഷിക്കുന്നു. എന്നെ പറയാൻ അനുവദിക്കുകയും ചെയ്യണം. ഇവിടെ അങ്ങ് തന്നെ ഇപ്പോൾ വിഷയം മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സദാചാര വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കോടതിയിലകത്ത് നടക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചും നമ്മളിവിടെ ചർച്ച ചെയ്യാൻ യാതൊരു സ്പേസും ഉണ്ടെന്ന് കരുതുന്ന ആളല്ല. നമുക്കൊക്കെ സാമാന്യ ബോധം കോടതിയെക്കുറിച്ചും കോടതിയിൽ നടക്കുന്ന നടപടികളെക്കുറിച്ചും ഒക്കെ അറിയാം. അപ്പോൾ അവിടെ കൺസെൻഷ്വൽ സെക്സിൻ്റേതായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് എന്താണ്, അതിൻ്റെ ഡയമെൻഷൻസ് എന്താണ്, ഇപ്പോൾ കേസിൻ്റെ സ്ഥിതി എന്താണ്, ഇതൊന്നും അല്ലല്ലോ നമ്മളെ ചർച്ചാ വിഷയം. അതുപോലെ രാഹുൽ ഈശ്വർ ഇവിടെ നമ്മളെ ചർച്ചയിൽ വന്ന ആളല്ല. അതുപോലെ തന്നെ ഈ പറയുന്ന സന്ദീപ് വാര്യരും നമ്മളെ ചർച്ചാ വിഷയമല്ല. ഇപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്ന ബോധപൂർവമായിട്ടുള്ള ഒരു വ്യായാമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള വളരെ വ്യക്തമാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് തന്നെ നിൽക്കുന്നു. കാരണം ഇത് എൻ്റെ ചോദ്യമല്ലല്ലോ. ഇതാണ് കുഴപ്പം. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഈ ചാനലിലുള്ള കുഴപ്പം ഇതാണ്. 3 പേർക്കെതിരായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ താങ്കൾ എന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കാതിരിക്കുന്ന തന്ത്രം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കാണണം. ഇവിടെ ഒരു അഭിഭാഷകനാണ്, എൻ്റെ സുഹൃത്താണ് അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞു, ഒരു ക്രിമിനൽ പരാതി വന്നാൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നതിനകത്തൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന്. അങ്ങനെയാണോ ഈ സാധാരണ നിയമവ്യവസ്ഥ? ഒരു പരാതി, ക്രിമിനൽ പരാതി വന്നാൽ മുഖ്യമന്ത്രിക്ക് ആർക്കും പരാതി കൊടുക്കാൻ ജനാധിപത്യ സംവിധാനത്തിൽ അവകാശമുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ നിയമപരമായിട്ടുള്ള പ്രശ്നമാണ് ഞാൻ ഉദ്ധരിച്ചത്. അതായത് ആവർത്തിക്കുന്നു, മുഖ്യമന്ത്രിക്കാണോ സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ പരാതി വന്നു കഴിഞ്ഞാൽ ചോദ്യമാണ്. പ്രതിപക്ഷ നേതാക്കൾ തന്നെ പരാതിക്കാരിൽ നിന്ന് വാങ്ങി പരാതിക്കാരെ ബന്ധുക്കളെ കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കൊണ്ടുപോയി പോലീസിലേക്ക് നിയമപരമായിട്ടുള്ള വ്യവസ്ഥയാണ് എൻ്റെ ചോദ്യം. താങ്കൾ അത് ഉരുണ്ട് കളിക്കണ്ട. എൻ്റെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറയണം. താങ്കൾ വാദിക്കുമ്പോൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് വാദിക്കാതെ ഞാൻ പറയുന്നതിൻ്റെ ന്യായം എന്താണ്, ന്യായക്കേടാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ പറയുന്ന മുഴുവൻ ശരിയല്ല. എൻ്റെ കേവലമായ ചോദ്യമാണ്, താങ്കളോട് ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുകയാണ്. ഒരു ക്രിമിനൽ കുറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ആദ്യം എവിടെയാണ് പരാതി കൊടുക്കുന്നത്? അത് സാധാരണ ആളുകൾ, നീതി കിട്ടാൻ വൈകുന്ന ആളുകൾ, തങ്ങൾക്ക് സഹായം കിട്ടാതിരിക്കുന്നു എന്ന് തോന്നുന്ന ആളുകൾ, അപലകളായിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ, മാർജിനലൈസ്ഡ് ആളുകൾ, ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ പരാതി കാര്യത്തിൽ അങ്ങനെ ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പോലീസിലേക്ക് എത്തിക്കാൻ അവർക്ക് കിട്ടുന്ന മാർഗങ്ങളിലൂടെ നമ്മളോട് പറയും, മാധ്യമങ്ങളോട് പറയും, അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളോട് പറയും, ചിലപ്പോൾ മുഖ്യമന്ത്രിയോട് കൊടുത്ത എന്തോ വലിയ ഒരു സംഗതിയാണെന്നൊന്നും വഴപ്പിച്ച് കാണിക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. നിയമപരമായിട്ടുള്ള ഒരു പരിപാടി നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തെ ഭാഗത്ത് ബഹുമാനപ്പെട്ട ഡോക്ടർ പി കെ ഗോപൻ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. അദ്ദേഹം സ്ത്രീകളെ കുറിച്ചും ഒരു ധാർമ്മിക പ്രബോധനമാണ് ഡോക്ടർ പി കെ ഗോപൻ നടത്തിയത്. ഞാൻ അതിനോട് വളരെയേറെ സ്നേഹിക്കുന്നു, അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സദാചാര ബോധത്തെ ഞാൻ മാനിക്കുന്നു. അദ്ദേഹം പോയി ഏതാണ്ട് സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ കൺസെൻഷ്വൽ സെക്സിനകത്തുള്ള പാശ്ചാത്യ സംവിധാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിനൊന്നും ഈ ഒരു വേദിയിൽ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നമ്മൾ അതല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഇവിടെ സ്ത്രീ ശാക്തീകരണമൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ സ്ത്രീകൾ മതിൽ കെട്ടുന്നു. ഞാനിവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കാൻ വന്ന ആളല്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇവിടെ പരാമർശിക്കപ്പെട്ട രാഹുൽ ഈശ്വറിനെയും ന്യായീകരിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പച്ചയായിട്ടൊരു വാക്യം പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വിഷയം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം
അടഞ്ഞ അധ്യായമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ അടിവരയിടണം. എന്തിനാണ് അദ്ദേഹത്തെ അടഞ്ഞ കോൺഗ്രസ് അധ്യായമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം സാങ്കല്പികമായി നിങ്ങൾ എന്തെല്ലാം ആളുകൾ സൃഷ്ടിച്ചാലും ചെയ്യുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു കൊണ്ടുവരാനായി കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള കഥകളൊക്കെ നിങ്ങൾ പരത്തിയാൽ പോലും സാമാന്യ യുക്തിയുള്ള ആളുകൾക്ക് ആർക്കും തന്നെ കോൺഗ്രസിൽ അഭിപ്രായം കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ ഇതിനെതിരെ പറയുന്നില്ല, പ്രതികരിക്കുന്നില്ല? നിങ്ങൾക്ക് ഇത് പോസ്റ്റ്മോർട്ടം ആളുകൾ ശബരിമലയിലെ കൊള്ള മറച്ചു വയ്ക്കാനും ശബരിമലയിലെ തട്ടിപ്പ് നടത്താനും ആശുപത്രിയിൽ മരുന്നില്ലെങ്കിൽ പോലും 1.25 കോടി മുടക്കി കാറ് വാങ്ങിക്കുന്ന കാര്യം മറച്ചു വയ്ക്കാനും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അഭ്യാസത്തിന് നിന്നു തരാൻ കോൺഗ്രസ് പാർട്ടിക്ക് തയ്യാറല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ പോലീസ് ഇന്ന് പോയി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യട്ടെ. അല്ലെ നിങ്ങൾ സമ്മതിക്കുക പോലീസിന്റെ സംവിധാനം തകർന്നു പോയിരിക്കുന്നുവെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. പോലീസിന്റെ സംവിധാനം കേരളത്തിൽ തകർന്നു പോയിരിക്കുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോലീസിനെ കൊണ്ട് ഈ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇവിടെ വന്ന് നോക്കൂ. എന്താ ഫോണൊക്കെ കേൾക്കുന്നു, പറഞ്ഞോളൂ. ജോർജ് സാർ പറഞ്ഞതിനകത്ത് പ്രശ്നം എന്തറിയോ? ജോർജ് സാർ പറഞ്ഞത് കോടതി പറഞ്ഞില്ലേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. അങ്ങ് കോടതി പറഞ്ഞ KPCC പ്രസിഡന്റിന് കൊടുത്ത പരാതിയെ കുറിച്ചാണ് കോടതി പറഞ്ഞതെന്ന് ഞാൻ പിന്നെ കേരളത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവായ ഒരു ഞാൻ പറയട്ടെ പ്ലീസ്, ഞാൻ പറയുന്നതിന് എനിക്ക് കൃത്യം മുഖ്യമന്ത്രിക്കാണോ പരാതി കൊടുക്കുന്നതെന്നുള്ളതല്ലായിരുന്നു വിഷയം. രണ്ടാമത്തെ പരാതി നോക്കൂ സാർ എന്തോ ഈ പറയുന്നേ? ആദ്യത്തെ പരാതിയെ കുറിച്ചല്ല ഇവിടുത്തെ ചർച്ച. ഇന്ന് വന്ന പരാമർശം രണ്ടാമത്തെ കേസ് ഞാൻ പറയുന്ന കേൾക്കൂ സാർ പ്ലീസ്, ഞാൻ പറഞ്ഞ കേൾക്കൂ പ്ലീസ്. രണ്ടാമത്തെ പരാതിയെക്കുറിച്ച് ഇന്ന് ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ പരിഗണനയിൽ വന്നപ്പം അതിനകത്ത് വന്ന ഒരു റിമാർക്കാണിത്. അത് മുഖ്യമന്ത്രിയിലേക്ക് പോയ പരാതി അല്ല, താങ്കളത് മനസ്സിലാക്കൂ. അപ്പോൾ വന്നൊരു പ്രശ്നമാണിത്. ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് തന്നെയാണോ കൊടുത്തത്? മുഖ്യമന്ത്രിയോട് അവരൊരു അഗ്രീവ്ഡ് പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ റിയൽ എക്സിക്യൂട്ടീവിൻ്റെ മുന്നിൽ അവരത് അവതരിപ്പിച്ചു. FIR എടുക്കുന്ന മുഖ്യമന്ത്രി അല്ല, അപ്പോഴും FIR എടുക്കുന്ന പോലീസാണ്. ഒരു സ്ത്രീക്ക് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ അടുക്കൽ അവരുടെ ആവലാതി പറയാൻ പറ്റത്തില്ലെന്ന് ആരാ പറഞ്ഞത്? സാറിനെ പോലെ ഒരു പ്രൊഫസറായിരുന്ന വിദ്യാർത്ഥികളെ എത്രയോ പേരെ പഠിപ്പിച്ച ഒരാളാണ്. ഞാൻ പറയാത്ത കാര്യം പറയരുത്. ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നുള്ളത് നിൽക്കുന്നു. താങ്കൾ പറയൂ, ഇല്ലാത്ത കാര്യം പറയരുത്. ഞാൻ പറയാത്ത കാര്യം പറയട്ടെന്ന് നിങ്ങൾക്ക് എന്തും പറയാനൊക്കത്തില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ആണല്ലോ. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിനെ കുറിച്ചുള്ള താങ്കളുടെ പരാമർശം നിങ്ങളെ സത്യം പറയാതിരുന്നാൽ ജോർജ്, ഞാൻ അവതാരകനാണല്ലോ, ഞാൻ കേട്ടതാണ്. പ്രൊഫസർ AG ജോർജ് ആവർത്തിക്കുന്നു. ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയണ്ട. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ ജനാധിപത്യ അവകാശമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവകാശമുണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾ ഇല്ല. അദ്ദേഹത്തിനോട് ആദ്യം മിണ്ടായിരിക്കാൻ പറയൂ. ഞാൻ പറയുന്നത് താങ്കൾ കേട്ടല്ലോ. അദ്ദേഹം അത് അനുസരിക്കുന്നില്ല. താങ്കൾ പറയൂ. ഇവിടെ അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ഇവിടെ ചർച്ചാ വിഷയം എന്തായിരുന്നു? ഈ വിഷയത്തിനകത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ആ മുഖ്യമന്ത്രിക്കാണോ എല്ലാവരും പരാതി കൊടുക്കുന്നത് എന്നൊരു തർക്കം ഇവിടെ വന്നു. നോക്കൂ, അവരുടെ ആവലാതി അവർ പറഞ്ഞു. ആ ആവലാതി എന്ന് പറയുന്നത് പരാതി രൂപത്തിൽ FIR ആകുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുന്നിൽ തന്നെയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതിന് നിങ്ങൾക്ക് CRPCയെ ഡൈല്യൂട്ട് ചെയ്തെന്നാൽ മുഖ്യമന്ത്രി എന്നാൽ FIR ഇടുവോ? ഇല്ലല്ലോ. പക്ഷേ ഒരു സ്ത്രീക്ക് അവരുടെ പരാതി പറയാൻ അവർക്ക് എപ്പോഴും ചോദിച്ചുണ്ട്. എന്തിനാ ഒരു സ്ത്രീ പ്രതിപക്ഷ നേതാവിൻ്റെ അടുക്ക പരാതി പറഞ്ഞത്?
പ്രതിപക്ഷ നേതാവിൻ്റെ അടുക്ക പരാതി പറഞ്ഞില്ലേ? റിനി പറഞ്ഞ ആദ്യത്തെ പരാതി പ്രതിപക്ഷ നേതാവിൻ്റെ അടുക്കില്ല. കാര്യം എന്താ? അവർക്കൊരു ആശ്രയ കേന്ദ്രമാണ് പ്രതിപക്ഷ നേതാവെന്ന് അവർക്ക് തോന്നിയോണ്ടാണ്. ആ കാര്യം മുഖ്യമന്ത്രിക്ക് ബാധമല്ലേ? എന്നെ മുഖ്യമന്ത്രിക്ക് ബാധമല്ലാത്ത ഒരു സ്ത്രീക്ക് പ്രതിപക്ഷ നേതാവിനെടുക്കിൽ അവർക്ക് നേരിട്ട ബുദ്ധിമുട്ട് പറയാൻ പറ്റുമെങ്കിൽ അതുപോലൊരു പരാതി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പറയാൻ എന്താണ് പാട്? അപ്പം അത് മുഖ്യമന്ത്രിക്ക് പറയുമ്പോൾ രാഷ്ട്രീയം, മറ്റേ രാഷ്ട്രീയമല്ല. അതങ്ങ് കൈവച്ചിരുന്നാൽ മതി, സമ്മതിക്കാൻ പറ്റത്തില്ല. നോക്കൂ, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കൂ, 8 ദിവസം, ഇപ്പോൾ 9ാമത്തെ ദിവസം കഴിഞ്ഞ് 10ാമത്തെ ദിവസമാണല്ലോ, 8 ദിവസം UDFന്റെ കൺവീനർ ഉൾപ്പെടെ അടൂർ പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു വിഷമമില്ലായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നോ? ഇപ്പോൾ ജോർജ് സാർ പറഞ്ഞിരിക്കുകയാണ്, അന്തസ്സുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്യും. അദ്ദേഹം UDFന് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്, കോൺഗ്രസിന് വേണ്ടിയിട്ടാണല്ലോ. ഈ കോൺഗ്രസ്സുകാരൊക്കെ 8 ദിവസം ഇവിടെ പോയിരിക്കായിരുന്നു. 8 ദിവസം അറസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അവരുടെ വായിക്കകത്ത് നാക്കില്ലായിരുന്നു. 8 ദിവസം അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് 8 ദിവസം കോൺഗ്രസ്സുകാരനായിരുന്ന, കോൺഗ്രസിന്റെ MLA ആയിട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യായിരുന്ന പോലീസിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. കോൺഗ്രസിനെ പുറത്താക്കി പിറ്റേ ദിവസം അപ്പത്തൊട്ട് ഇവർക്കറിയാം ഇത് ഭയങ്കര മോശമാണ്, പോലീസിന്റെ അനാസ്ഥയാണ്. ആ 8 ദിവസം പോലീസിന്റെ അനാസ്ഥ ഇല്ലായിരുന്നു. അതാണ് ആദ്യത്തെ പോയിന്റ്. 2, അടൂർ പ്രകാശ് പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രിക്ക് അറിയാം ഇത് ഇയാൾ എവിടെ ഇരിക്കുന്നതെന്ന്. അതും 8 ദിവസമായിട്ട് അടൂർ പ്രകാശിന് മുഖ്യമന്ത്രിക്ക് 8 ദിവസം അറിയാമെന്നുള്ള കാര്യം പ്രശ്നമില്ലായിരുന്നു. 9ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി അറിഞ്ഞ് ഇയാൾ എവിടെ ഇരിക്കുന്നതെന്ന്. ഇയാൾ ഒളിച്ചിരിക്കുന്നു. ഈ ഒളിച്ചിരിക്കുമ്പം ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഇക്കോ സിസ്റ്റം ഏതായിരിക്കും? അയാൾ ഏറ്റവും കണക്ട് ചെയ്തിരിക്കുന്ന ഇക്കോ സിസ്റ്റമാണ്. ഒരാളുടെ പേരൊന്നും ഞാൻ പറയാൻ തയ്യാറില്ല. കോൺഗ്രസിൻ്റെ ഇക്കോ സിസ്റ്റത്തിന് മാത്രമേ ഇയാളെ സഹായിക്കാൻ കഴിയൂ. ഇപ്പം അയാൾ കർണാടകത്തിൽ ഇല്ലെന്നിരിക്കട്ടെ, അയാൾ കേരളത്തിലാന്നിരിക്കട്ടെ, ഉറപ്പായിട്ടും കേരളത്തിൽ അയാളെ സഹായിക്കുന്നത് കോൺഗ്രസിൻ്റെ ഇക്കോ സിസ്റ്റമാണ്. ഒരു ന്യൂട്രൽ ഇക്കോ സിസ്റ്റത്തിലേക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. CPMന്റെ ഇക്കോ സിസ്റ്റത്തിൽ പോയിരിക്കാൻ പറ്റില്ല. BJPയുടെ ഇക്കോ സിസ്റ്റത്തിൽ പോയിരിക്കാൻ പറ്റില്ല. പറ്റുമോ? ഒരു CPM-കാരൻ്റെ വീട്ടിൽ പോയിരിക്കുമോ? ഇല്ല. അയാൾ ഇരിക്കുന്നത് കോൺഗ്രസുമായി വ്യക്തമായി കണക്ഷൻ ഉള്ള കേസ്. അത് കർണാടകത്തിലായാലും കേരളത്തിൽ, ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ കേരളത്തിലാണോ കർണാടകത്തിലാണോ എന്നെങ്ങനെ അറിഞ്ഞു? അയാൾ ഇരിക്കുന്ന ഇക്കോ സിസ്റ്റം കോൺഗ്രസിൻ്റെ ഇക്കോ സിസ്റ്റത്തിലാണ്. അതിനകത്ത് എനിക്കൊരു സംശയവുമില്ല. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഐ സ്റ്റോപ്പ്. പ്രൊഫസർ AG ജോർജ്, അത് 1 മിനിറ്റാണ് എനിക്ക് തരാനുള്ളത്. ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയി CPM-കാരുടെ വീട്ടിൽ ഒളിച്ചിരിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും അത് സ്വാഭാവികമാണ് ആ പറഞ്ഞ ആരോപണം. ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞതുപോലെ നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്നൊന്നും ചോദിക്കാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവലോകനമൊക്കെയാണ് നടത്തിയത്. എനിക്ക് ഇക്കോ സിസ്റ്റം എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, എൻ്റെ അജ്ഞത കൊണ്ടായിരിക്കാം. ഞാൻ പച്ചയായിട്ട് പറഞ്ഞ ഒരു കാര്യം അതായത് കോൺഗ്രസ് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംരക്ഷണവും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി എന്നേക്കുമായി ഈ വിഷയത്തിൽ ചർച്ച അവസാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനോ അയാൾക്ക് വേണ്ടി വക്കാലത്ത് പറയാനോ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം ദയവായി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വന്നതല്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് രാഹുൽ വന്ന് ചർച്ചയിൽ ഇരിക്കുമ്പോഴേക്കും അവസാനം അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മാറുന്നു. അതാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോൾ അത് താങ്കളുടെ വ്യാഖ്യാനം. അല്ല, ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ. ഒന്ന്, റിനി പരാതി കൊടുത്തു, പ്രതിപക്ഷ നേതാവിനാണ് പരാതി കൊടുത്തത്. 2ാമത്, പേര് വെളിപ്പെടുത്താത്തൊരു പെൺകുട്ടി, 23 വയസ്സുള്ള പെൺകുട്ടി പരാതി കൊടുത്തു. പരാതി കൊടുത്തത് KPCC പ്രസിഡന്റാണ്. 3ാമത് പരാതി കൊടുത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ്. അതായത് ഒന്ന് KPCC പ്രസിഡന്റ്, ഒന്ന് പ്രതിപക്ഷ നേതാവ്, ഒന്ന് മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൻ്റെ കാരണം പ്രിവിലേജ് ഉള്ള MLA ആണ് പ്രതി. അതുകൊണ്ട് സഭാനാഥനായ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം. ആദ്യത്തെ 2 പരാതി KPCCക്കും പ്രതിപക്ഷ നേതാവിനും കൊടുത്ത പരാതി ഈ പെൺകുട്ടി കൊണ്ടുചെന്ന്, യഥാർത്ഥത്തിൽ പെൺകുട്ടികൾ കൊണ്ടുചെന്ന് അല്ലെ സ്ത്രീകൾ കൊണ്ടുചെന്ന് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ എത്ര കേസ് വരുമായിരുന്നു സാർ? അപ്പോൾ അത് അവർ ചെയ്യാതിരുന്നത് വെട്ടുക്കിളികളായ നിങ്ങളുടെ സൈബർ പടയാളികൾ അവരെ അറ്റാക്ക് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണെന്ന് വരികൾക്കിടയിലൂടെ അല്ല, അതുകൊണ്ടൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വരികൾക്കിടയിലൂടെ 10 സെക്കൻഡ് മതി. 10 സെക്കൻഡ്. ഡോക്ടർ ഗോപൻ,
അല്ല, ഞാൻ പറയാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കൂടെ ജോർജ് സാറ് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വാഹനം വാങ്ങിച്ചതിനെക്കുറിച്ച് അദ്ദേഹം ഇടയ്ക്കിട്ട് പറഞ്ഞു. ശ്രീ ജോർജ് സാറേ, ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ശമ്പളം വാങ്ങിക്കുന്ന 2 മുഖ്യമന്ത്രിമാരിൽ ഒരാൾ കേരള മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പൈസ ഉപയോഗിച്ചുള്ള വാഹനം ഉപയോഗിക്കുന്ന 3 മുഖ്യമന്ത്രിമാരിൽ ഒരാൾ കേരള മുഖ്യമന്ത്രിയാണ്. ഒരു 5 കോടി രൂപയുടെ വാഹനം വരെ ഉപയോഗിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് അങ്ങ് ഓർക്കുക. അത്രേ പറയാനുള്ളൂ. ലാലേ, ഈ ചർച്ചയ്ക്കകത്ത് ഞാൻ ഉളുപ്പുണ്ടോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കറക്റ്റാണ്. ജോർജ് സാറിനെതിരെ അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഇന്റൻഷനിൽ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയാണ്. ജോർജ് സാർ അങ്ങനെ അത് വ്യക്തമാക്കിയിരുന്നു താങ്കൾ. അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. സമയത്തിന്റെ പരിമിതി വല്ലാതെ അതിക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും ഒളിവ് ജീവിതം അവസാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരാത്തത് എല്ലാവരും കാത്തിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത് എന്നുള്ളത് നാട്ടുകാർ കാണുമെന്നുള്ള പേടിയാണോ എന്താണ്? ആരൊക്കെയാണ് അപ്പോൾ പെടുക? ഇനി കോൺഗ്രസിൽ എന്തൊക്കെ മറുപടികൾ ഇനിയും പറഞ്ഞ് തീർക്കേണ്ടതായി വരും? ഞങ്ങൾ ആരും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് ഇനിയും അത് തീരാ തലവേദനയായി തീരുമോ? വരുന്ന ദിവസങ്ങൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ പി കെ ഗോപൻ, പ്രൊഫസർ എ ജി ജോർജ്, ഒപ്പം അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുന്നു.